കാരണം ലണ്ടൻ എയർപോർട്ട് ഉണ്ടല്ലോ, അപ്പൊ ചെറിയ ഫ്ലൈറ്റും അങ്ങനെ എങ്ങാണ്ട് പോകുന്നതും ഉണ്ടാവും. ലണ്ടനിൽ എയർപോർട്ട് ഉണ്ട് അല്ലേ? നാട്ടിലേക്ക് ലണ്ടനിലെ എയർപോർട്ട് അല്ല, മീൻസ് ഇവിടെ ഈ ലണ്ടൻ എല്ലാ പേരും ഒരേപോലെ കൊടുക്കണേ. പിന്നെ ഡൗൺ ടൗൺ USA-ലുണ്ട്, എല്ലാ ഇതിലുണ്ട്, പിന്നെ ലണ്ടനും ഉണ്ട്. ഡൗൺ ടൗൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു സ്ഥലമല്ല. ഡൗൺ ടൗൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സിറ്റിന്റെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഡൗൺ ടൗൺ. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു അപ് ടൗൺ വരും. അങ്ങനെ ഉണ്ടോ അവിടെ? ഇവിടെ അപ് ടൗൺ ഉണ്ടല്ലോ. ഓക്കെ, മാപ്പില് ഞാൻ പഠിക്കണ്ട അപ് ടൗൺ ഉണ്ട് അല്ലേ? അതെവിടെ? ഡൗൺ ടൗണിന്റെ അടുത്ത് തന്നെ. കേട്ടോ, navigate me to uptown Audi. Navigating to Audi Uptown. Audi Uptown ആണ്. അത് ഈ പിന്നെ ഡൗൺ ടൗണിന്റെ അടുത്താണോ അല്ലെങ്കിൽ വേറെ? ഡൗൺ ടൗൺ എന്ന് പറയുന്നത് ഡൗൺ, അപ്ടൗൺ അപ്പ്. അവിടെ എന്താ അതേപോലെ സിറ്റി ഉണ്ട്? സിറ്റി ഒന്നല്ല, ഡൗൺ ടൗൺ ആയിരിക്കും എപ്പോഴും ബിസിയസ്റ്റ്. അപ്ടൗൺ എപ്പോഴും ചെറിയൊരു സംഭവം സെറ്റപ്പ്. ഞാൻ നാളെ ഒണ്ടാരിയോ മ്യൂസിയത്തിൽ പോകണമെന്ന് ഇങ്ങനെ വിചാരിക്കും. റോമിലല്ലേ ഒണ്ടാരിയോ മ്യൂസിയം? റോയൽ ഒണ്ടാരിയോ മ്യൂസിയം. അതെ തന്നെ, റോം. ഒരു പ്രാവശ്യം പോയതാണ്. ഈ പ്രാവശ്യം പോകുമ്പോൾ ഞാൻ വളരെ സാവധാനം ഓരോന്നിങ്ങനെ ശ്രദ്ധിച്ചു. സത്യം പറഞ്ഞാല് ഭ്രാന്തായി പോകും. ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിണിയൊക്കെ പോകും. ഒരു 2-3 ദിവസം വേണം ഇവിടെ അല്ലേ? അതിനകത്ത് മര്യാദയ്ക്ക് ഒന്ന് നിന്ന് കാണാൻ. ഞാൻ അവിടെ നാളെ 10 മണിക്കെത്തും, എന്നിട്ട് അവിടെ വൈകിട്ട് ഇറങ്ങുള്ളൂ. അല്ല, അവിടുത്തെ പ്രശ്നം ഇതാണ്. കാരണം എന്ന് വെച്ചാൽ കുറേ നോളജ് ഉണ്ട്. ഒരു ദിവസം കൊണ്ട് നമുക്ക് അത്രയും പീസ് ഓഫ് നോളജ് കിട്ടാനുള്ള ഒരു എനിക്ക് തോന്നുന്നില്ല. ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാം മനസ്സിലായത്. ഞാൻ ഖത്തറില് അവിടുത്തെ മ്യൂസിയം ഒരു പ്രാവശ്യം സന്ദർശിച്ച് പെട്ടെന്ന് ക്വിക്കായിട്ട് പോയി വന്നേ. ഞാൻ ഇതെന്ത് മ്യൂസിയം, നാട്ടിലാണെങ്കിൽ കുറച്ച് പൊടിയെങ്കിലും ഈ സാധനത്തിന്റെ പുറത്തൊക്കെ കാണുന്ന വിചാരിച്ചു. പിന്നെ ഞാൻ പിന്നീട് ഒരിക്കല് പിന്നെ വർക്കൊന്നും ഇല്ലാത്തപ്പോ ഞാൻ ജോബ് ഇറങ്ങിയ സമയത്ത് അവനെ വിളിക്കാം. പിന്നെ ഞാൻ മ്യൂസിയത്തിൽ ഫ്രണ്ടും കൂട്ടി പോയ സമയത്ത് എല്ലാം കണ്ട് കുറേ ഇൻഫർമേഷൻ ഉണ്ട് കേട്ടോ അവിടെ എഴുതി വെച്ചിട്ട്. അത് നമ്മൾ ചിലപ്പോൾ ചെറിയൊരു സാധനമായിരിക്കും, അത് ചിലപ്പോൾ മറ്റേ മൂണിൽ നിന്ന് വന്ന ക്രേറ്ററോ മീറ്റിയറോ എന്നൊക്കെ പറഞ്ഞുള്ള സാധനമായിരിക്കും, കാണത്തില്ലായിരിക്കും. മനസ്സിലാക്കണം. ടൈം എടുത്ത് മ്യൂസിയത്തിലൊക്കെ സന്തോഷം. ഞാൻ പോയപ്പോഴത്തേക്ക് ഒരു $1 1000 കിലോന്റെ ഗോൾഡ് കോയിൻ ഇരിക്കുന്നു. 5 ജവഹർ മെട്രോന്റെ മുന്നിലുണ്ടേ. ഓക്കെ പിന്നെ ആ വലുതല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതും അതാണ്. ആ മറ്റേ മിനറൽസ് ഉള്ള സെക്ഷൻ ഉണ്ടല്ലോ. അല്ല, അമെത്തിസ്റ്റിന്റെ ഒക്കെ കണ്ടായിരുന്നു. ഇതിനൊക്കെ ശേഖരമായിരുന്നു അതിനകത്ത്. അതാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കുറെ ഉണ്ടോ? കവറാണോ? Hi, how are you? All good. Enjoying bachelor life? ഭയങ്കര ചടപ്പാണ്. അവളവിടെ ഹാപ്പി ആയിട്ട് പോണേ. അവള് പറയുന്നുണ്ട് വടക്കാട്ട് രസം അവിടെ ആണല്ലോ. എക്സ്പീരിയൻസ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യട്ടെ. ആൽബർട്ട് അല്ല, ക്യൂബക്ക്. ക്യൂബക്ക് ഞാൻ സ്വപ്നത്തിൽ പോലെ അവിടേക്ക് പോകേണ്ടി വരും എന്ന് വിചാരിക്കാത്ത സ്ഥലമാണ്. ഞാൻ ക്യൂബക്ക് ഇത്ര അടുത്താന്നും ഞാൻ വിചാരിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇവിടുന്ന് ഞാൻ അവളെ കൊണ്ടാക്കാൻ ഇവിടുന്ന് ബസ്സിന് പോയി, ഒറ്റ ബസ് എടുത്താൽ മതി. 6 hours. അതായത് മെഗാ ബസ് ബുക്ക് ചെയ്താൽ മതി. 6 hours കേരള കറി ഹൗസ്. സങ്കടമാവും. മറ്റേ എന്റെ അബ്ദു പറ്റി 5-6 കണ്ടിട്ടുണ്ടാവും. അതാ പിന്നെ ഒന്നും ഒക്കെ ഇഗ്നോർ ചെയ്യാം. ഞാൻ കൊറേ നമുക്ക് ഫോണിലും പ്രശ്നമൊന്നുമില്ല. നമുക്കറിയാതെ എന്നിട്ട് അപ്പുറന്റെ അവിടെ
എങ്ങനെ സ്ഥലം എങ്ങനെയാ ഫ്രഞ്ച് യൂഷ്വലി ക്യൂബക് ലൈക്ക് ഒരു ഫ്രഞ്ച് ടച്ച് ഉള്ള സ്ഥലല്ലേ? ഫ്രഞ്ച് ടച്ച് ഉള്ള സ്ഥലമാണ്. പിന്നെ പക്ഷെ അവള് ആ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ആഴ്ച ചോദിച്ചു അവളോട്. അല്ലല്ല സത്യമാണ്. പക്ഷെ പക്ഷെ കുറെ ആൾക്കാരിപ്പോ എന്താ പറയാ ഇംഗ്ലീഷ് തന്നെ സംസാരിക്കണം. അങ്ങനെ ഫ്രഞ്ച് എപ്പോഴും അങ്ങനെ തന്നെ അല്ലേ? പണ്ടൊക്കെ ഉണ്ടാവും, പിന്നെ ഇങ്ങനെ കാലക്രമേണ ഇങ്ങനെ മാറി വരുമല്ലോ. പക്ഷെ ഈ ഗവൺമെന്റിലെ ആൾക്കാർ ഇപ്പോഴും ഫ്രഞ്ച് സംസാരിക്കല്. മെട്രോ എടുത്തു കഴിഞ്ഞാല് എന്തെങ്കിലും ചോദിച്ചാൽ ഒരു ഫ്രഞ്ചിൽ അറിയാം, നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ നമ്മള് യാന്നറിയും, അത്രേ ഉള്ളൂ. അവള് പിന്നെ 4 മാസം, അതില് 1 മാസം ഇപ്പൊ കഴിഞ്ഞ്, 1 മാസം കഴിഞ്ഞു. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാല് 1 മാസം വലിയ മാസാ. പക്ഷെ അവളോട് അതൊന്നും പറയൂല. മെയ് 1 8 വരും. എവിടെ പോവാ എല്ലാരും? ജസ്റ്റ് ഒരു കഴിഞ്ഞ നോമ്പ് തുറ അങ്ങ് കാണുന്ന റൈറ്റിലുള്ള ഫ്ലാറ്റില് അവിടെ ഓഡിറ്റോറിയം അവിടെ ഒറ്റക്കപ്പ സ്റ്റേ. ഞാന് പിന്നെ ഓണറോട് സംസാരിച്ച് വെറുതെ ഒന്ന് തട്ടിട്ട് നോക്കിയതാ. $300 കുറച്ച് തന്ന്. 1200. എനിക്ക് മനസ്സിലായില്ല. അല്ല എന്ത് മരപ്പൊട്ടനല്ലേ? അല്ല എന്നിട്ട് എനിക്ക് ലൈറ്റ് അടിച്ചോണ്ടില്ല. എനിക്ക് മനസ്സിലായില്ല അവൻ എന്താ ഇപ്പൊ കാണിച്ചത്. ഇല്ല ക്യാമറ അടിച്ചില്ല. അതോ അതിന് മുന്നേ ഒരു ലൈറ്റ് അടിച്ചു വന്നു. വല്ലാത്ത ജാതി. പിന്നീട് വരികയായിരിക്കും. ഞാൻ പറഞ്ഞല്ലേ, ഇതിപ്പോ ക്യാമറ അടിച്ചില്ലെങ്കിൽ അവരുടെ ഇതിലുണ്ടാവും, മറ്റേ അവരുടെ ക്യാമറ അടിച്ചില്ല നമുക്ക് വിളിച്ച് പറഞ്ഞു കൊടുക്കാൻ പേടിയുണ്ട്. അവിടെ റെക്കോർഡഡ് ആണ്. 360 എത്ര സെക്കൻഡാ പോയെ? അതാണ് ആദ്യം നോക്കേണ്ടത്. എന്തെന്നറിയാമോ, നമ്മള് പിന്നല്ലാണ്ട് അതുമല്ല, ഇതുണ്ട് നമുക്ക് ടോളറൻസ് പോയിന്റ് ഉണ്ട്. നീ കോർട്ടിൽ പോകണമെന്ന് വിചാരിച്ചോ, നീ പൈസ കൊടുത്താണെങ്കിൽ പൈസ കൊടുത്തു, അതിന് താഴെ ഒരു 3 ഓപ്ഷൻ തരും. ഒന്ന് ഗിൽറ്റി പ്ലീഡ് ചെയ്യുക, രണ്ടാമത്തേത് നമ്മൾ പറയും നോൺ ഗിൽറ്റി, മൂന്നാമത്തേത് കോർട്ട് സെറ്റിൽമെന്റ്, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് കോർട്ടിലോട്ട് പോകും. ഈ അവസാനത്തെ 2 കോർട്ട് സെറ്റിൽമെന്റ്. അപ്പൊ നമ്മൾ 3 പോകുമ്പോഴത്തേക്ക് നമ്മൾ വേണമെങ്കിൽ ഈ ടിക്കറ്റ് ബസ്റ്റേഴ്സ് ഉണ്ടാവും, ലോയേഴ്സ് അമ്മമാരോട് കൊണ്ട് കൊടുക്കുമ്പോൾ എനിക്ക് ഇത്ര $1 ഞാൻ നിനക്ക് ഈ സാധനം ഇതാക്കി തരാം. അമ്മമാരെ ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കും.